തൽക്കാലം കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും മാധ്യമങ്ങളുടെ പ്രശ്നമില്ല. മാധ്യമങ്ങളിലൂടെ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അവരുടെ അതൃപ്തി അറിയിക്കുന്നത്. ഒരു നേതാവും പറഞ്ഞില്ലെന്നേ. ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും പാലക്കാട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തൽക്കാലം ആ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരമില്ല. വ്യക്തിപരമായ ന്യൂസ് മലയാളത്തെ കുറിച്ച് പറഞ്ഞാലും ഇല്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് ഇന്ന് 2 തവണ ഒരു വിഷയത്തിൽ നടപടി എടുക്കാൻ പറ്റുമോ എന്നുള്ള ഷാർപ്പായിട്ടുള്ള ചോദ്യങ്ങളടക്കം ഉന്നയിച്ചിരുന്നു. താങ്കൾ അത് കണ്ടിരുന്നോ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. ഒരു വിഷയത്തിനകത്ത് 2 തവണ നടപടി എടുക്കാൻ കഴിയില്ല. ഒരു നടപടി ഞാൻ ഏറ്റുവാങ്ങി ആ നടപടിയുടെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല. പാർട്ടിയുടെ ഒരു തരം അച്ചടക്കത്തെ ഞാൻ ലംഘിക്കുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞത് മുഖവിലെടുക്കുന്നില്ലേ? ആഹാ, അതാണോ പുതിയ കുത്തിത്തിരിപ്പ്? അല്ല, അത് കുത്തിത്തിരിപ്പല്ല. നല്ല രസം. രമേശ് ചെന്നിത്തല പറഞ്ഞത് ശ്രീ രമേശ് ചെന്നിത്തല എൻ്റെ നേതാവാണ്. ശ്രീ രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞതെന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. ഞാൻ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള എൻ്റെ ഒരു നേതാവിൻ്റെയും, അവരെല്ലാം എൻ്റെ നേതാക്കന്മാരാണല്ലോ, എൻ്റെ ഒരു നേതാവിൻ്റെയും ഒരു വാക്കിനെയും ധിക്കരിക്കുന്ന ഒരാളല്ല ഞാൻ. ഈ പാർട്ടിയുടെ പ്രവർത്തകരുടെ വാക്കിനെയും ധിക്കരിക്കുന്ന ആളല്ല ഞാൻ. തൽക്കാലം നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളുടെ വാക്ക് കേൾക്കാൻ താല്പര്യമില്ല. കുറഞ്ഞ പക്ഷം